എൻ്റെ മോള് പറഞ്ഞപ്പോൾ അതിൻ്റെ പിന്നെ ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 മാസം കൊണ്ട് ബ്ലഡ് ക്ലിയറായി എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ചോദിച്ചു ഇത് ഇത്ര പെട്ടെന്ന് ക്ലിയർ ആകാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു എൻ്റെ ഉമ്മാക്ക് ഒരുപാട് ആൾക്കാർ പ്രാർത്ഥിക്കാണ്ട്, ആ പ്രാർത്ഥൻ്റെ ഫനാലാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു അപ്പോൾ നിൻ്റെ ഉമ്മ ആരാന്ന് വെച്ചാൽ എൻ്റെ ഉമ്മ ടീച്ചറാണ്, ഞാൻ അമ്മ അങ്ങനെ ക്ലാസ് കൊടുക്കുന്നതാണ്. എന്നിട്ടാണോ നിങ്ങൾ ഇത്ര ഹാപ്പി ആകാത്തത്, നിങ്ങളുടെ മുഖം ഒന്നും ഹാപ്പി ആണില്ലല്ലോ എന്ന് പറഞ്ഞ അയാളിനോട്. ഇപ്പം ഞാൻ എപ്പോൾ ചെന്നാലും അതാ പറയുന്നത്. അൽഹംദുലില്ലാഹ്, ഒരു പ്രാർത്ഥനയുടെ ഒരു ഫലമാണ്. ഒരു മാതാവ് അവർക്കൊരു ബ്ലഡ് ക്യാൻസർ വന്നിട്ട് അവരുടെ ചികിത്സക്കിടയിൽ വിശ്വാസികൾ ധാരാളം പേര് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തിയ ഖുൽ, നബിയെ പറയുക, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലാതിരുന്നാൽ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് പരിഗണിക്കുന്നത്? ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ഒരു മനഃശാന്തിയും മനസ്സമാധാനവും ഒരു ഉമ്മയോട് ഒരു കുഞ്ഞ് സാന്ത്വനത്തോടു കൂടി ചെല്ലുമ്പോൾ കുഴപ്പമില്ല എന്ന മോനെ എന്ന് മാതാവ് പറയുന്നത് പോലെ പടച്ച റബ്ബ്, ആ റബ്ബിൻ്റെ ആശ്വാസവും സമാധാനവും നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് കിട്ടും. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നമ്മുടെ നിത്യ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ ആ പ്രാർത്ഥനകളുടെയും ഒക്കെ അകക്കാമ്പ് ശരിയായ വിശ്വാസമാണ്. ശരിയായ വിശ്വാസമില്ലെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് യാതൊരു ഫലവും കണ്ടെത്തുകയില്ല എന്നുള്ളതാണ്. അല്ലദീന ആമനു ബില്ലാഹി വ റസൂലിഹി, അള്ളാഹുവിലും അവൻ്റെ പ്രവാചകരിലും വിശ്വസിക്കുകയും സുമ്മലം ഇർത്താബു, പിന്നീടവർ സംശയിക്കാതിരിക്കുകയും ചെയ്യുന്നവരാണ്. സംശയമില്ലാത്ത ദൃഢബോധ്യത്തോടുകൂടി വിശ്വസിക്കുകയും നാളെ പരലോകത്ത്, മരണാനന്തര ലോകത്ത് അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും.